മനു, രാഹുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പാലക്കാട് എവിടെ എത്തി നിൽക്കണം? ഈ അന്വേഷണത്തിന്റെ പേരിൽ പാലക്കാട് സുന്ദരമായ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് മനു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ മനുവിന് തള്ളിക്കളയാൻ പറ്റില്ല, അല്ലേ? പാലക്കാട് മാത്രമാക്കേണ്ട, തമിഴ്നാട്ടിലെ കാഴ്ചകളും കണ്ടു എന്ന് പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ കോയമ്പത്തൂരിലായിരുന്നല്ലോ. നമ്മൾ ആനക്കട്ടി പോയിട്ട് കോയമ്പത്തൂർ വഴിയാണ് നമ്മൾ തിരികെ വന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾക്ക് SIT വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പരിശോധനയ്ക്കായിട്ട് പലയിടങ്ങളിൽ പരിശോധനയ്ക്കായി പോകുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ ഒരു യാത്രാ വഴി അറിയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ ഷീജ പറയുന്നത് പോലെ എല്ലാ ജില്ലകളിലും അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ എത്രയും വേഗം MLA പിടികൂടുക അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയ നാണക്കേടാണ് സിന്ദൂരി, അതിലൊരു സംശയമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു MLA ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് കഷ്ടിച്ച് 1 വർഷം ആകുന്നതേ ഉള്ളൂ. ആ 1 വർഷം ആകുന്നതിന് മുൻപ് തന്നെ ഒരു സ്ത്രീകളെ ഉപദ്രവിച്ച കേസിൽ ഒളിവിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം മോശമാണ് എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. അത് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം തന്നെയാണ്. എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞതാണല്ലോ. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ തന്നെയാണ്. വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നതേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നമുക്കറിയാത്ത കുറേ വിവരങ്ങൾ കൂടി സ്വാഭാവികമായിട്ടും അവരുടെ കൈകളിലുണ്ട്. അത് ഉറപ്പാണ്. അവർ സെലക്റ്റീവായ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പുറത്തേക്ക് അല്ലെങ്കിൽ നൽകുകയൊക്കെ ചെയ്തുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കിട്ടിയതാണ് അതിലൊരു പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ ഈ ചുവന്ന പോളോ കാർ, വോക്സ്വാഗൻ്റെ പോളോ കാർ, അത് ഈ പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 1 മാസമായി ആ വാഹനം അവിടെ എത്തിയിട്ട് അത് അവിടുത്തെ ഗ്യാരേജിൽ കിടക്കുകയായിരുന്നു. ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്ന മിനിറ്റിൽ തന്നെ കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നിരുന്ന മാങ്കൂട്ടത്തിൽ വളരെ വേഗത്തിൽ ആ കാറെടുത്ത് മുങ്ങുകയായിരുന്നു. അതിൽ ഒരു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഫ്ളാറ്റിൽ ആ സമയത്ത് CCTV ദൃശ്യങ്ങളൊന്നും ലഭിക്കാനില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഈ ഫ്ളാറ്റ് കെയർടേക്കർക്കടക്കം ഈ CCTV ദൃശ്യങ്ങൾ നഷ്ടമായതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിൽ വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം ഓർക്കുക, എത്രയോ വട്ടം നമ്മൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചതാണ്, ഈ ഓഡിയോ സംഭാഷണം നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ അല്ല എന്നോ ആണോ എന്നോ അയാൾ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ എന്താണ് ചെയ്യുക? ഇപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ പേരിലൊരു ആക്ഷേപം വരികയാണ്, നമ്മുടെ ക്രെഡിബിലിറ്റി പൊതുസമൂഹത്തിന് മുൻപിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, നമ്മുടേതല്ല എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യ മിനിറ്റിൽ തന്നെ അത് നിഷേധിക്കില്ലേ? പക്ഷേ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ചെയ്തില്ല. എന്താണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിൻ്റെ ഫലം ഇന്നലെ ശാസ്ത്രീയ പരിശോധനയിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ തന്നെയാണെന്ന്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ആ കാലഘട്ടത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ അത് നിഷേധിക്കാതിരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും നിർണായകമാകുന്നത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തന്നെയാണ്. ഏതായാലും രാഹുൽ ഈശ്വറിന് കിട്ടിയ അടി അല്ലെങ്കിൽ ജയിലിലേക്ക് അയച്ച നടപടി അതൊരു വലിയ പാഠം കൂടിയാണ്. ഒരു പക്ഷേ ലോകത്താദ്യമായിട്ടായിരിക്കാം ഒരാളെ വെളുപ്പിക്കാൻ ശ്രമിച്ചതിന് മറ്റൊരാൾ ജയിലിൽ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ സമീപകാലത്തെ വിഷയങ്ങളൊക്കെ ഒന്ന് നോക്കൂ. നമ്മളിപ്പോൾ ഈ സമീപകാലത്ത് പൊതുസമൂഹം ചർച്ച ചെയ്ത വിഷയങ്ങളിൽ സമൂഹം എവിടെ നിൽക്കുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരുന്നു രാഹുൽ ഈശ്വർ നിന്നിരുന്നത്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഒരുതരം നെഗറ്റീവ് പബ്ലിസിറ്റി സ്വന്തമാക്കി ആളാകാനുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇവിടെ അത് പാളിപ്പോയി. കാരണം കോടതി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഇനി ഏതായാലും തൽക്കാലം ഈ പണി നടത്തണ്ട, നേരെ ജയിലിലേക്ക് പൊക്കോളൂ എന്ന് പറയുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയാണ് രാഹുൽ ഈശ്വറിന് പാളിപ്പോയത്. പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെല്ലാം ശരിവെക്കുന്നതായിരുന്നു കോടതിയുടെ നിലപാടെന്ന് പറയുന്നത്. വളരെ കൃത്യമായ നിലപാടാണ് പ്രോസിക്യൂഷൻ ആ വിഷയത്തിൽ അവിടെ കോടതിയിൽ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനെയൊക്കെ അംഗീകരിക്കുകയും രാഹുലിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നു. രാഹുൽ ഈശ്വർ അത് യഥാർത്ഥത്തിൽ അവിടെ അമ്പരന്ന് പോയി എന്നതാണ് വസ്തുത. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ജയിലിലേക്ക് അയക്കുമെന്ന്. അയാൾ പ്രതീക്ഷിച്ചിരുന്ന അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പകരം അയാളെ ജയിലിലേക്ക് അയക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊരു വലിയ പാഠം കൂടിയാണ്. ഈ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക, സ്ത്രീകൾക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുക, ഇതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സമൂഹം വച്ചു പൊറുപ്പിക്കില്ല അല്ലെങ്കിൽ സഹിക്കുകയില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് ഒരാളെ വെളുപ്പിക്കാൻ പോയതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്ന റെക്കോർഡ് ഇനി രാഹുൽ ഈശ്വറിന് സ്വന്തമാണ്. ഒരു പക്ഷേ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് പൊതുസമൂഹത്തിന് കിട്ടിയ ഏക ഗുണം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. അയാളെ വെളുപ്പിക്കാൻ ശ്രമിച്ചതിന് രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ഉറപ്പാണ്, സ്ത്രീകൾക്കെതിരായ മോശം ഇടപെടലുകൾ പൊതുസമൂഹം ഇനി ഒരു പരിധിക്കപ്പുറത്തേക്ക് അംഗീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. ആ നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ക്യാമ്പിൽ വലിയ ആശങ്കയുണ്ട് അവരുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിലിനെ ചൊല്ലി. കാരണം ഇത്ര കടുത്ത
കടുത്ത സമീപനം കോടതി സ്വീകരിക്കുന്നു രാഹുൽ ഈശ്വറിന്റെ വിഷയത്തിൽ, അതേ സമീപനം തന്നെ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും വന്നാൽ അത് കടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ആശങ്ക കൂടി ഇന്ന് അവരെ സംബന്ധിച്ച് ഉണ്ട്. ഏതായാലും അയാളെ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും കോറായ ഏരിയ എന്ന് പറയുന്നത്. പരിശോധന, അന്വേഷണം പല ഘട്ടങ്ങളിൽ പല മേഖലകളിൽ സംസ്ഥാനത്തുടനീളം തുടരുന്നു. സംസ്ഥാനത്തിന് പുറത്തും അത് ആ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്.